ഭാര്യമാരെ സഹായിക്കണം, ഭാര്യമാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. രാത്രി ഇശായിന് ശേഷം അനാവശ്യ സംസാരം പാടില്ല. 3 സംസാരം കറാഹത്തും ഇല്ല. അതിലൊന്ന് ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക. ഇൽമല്ലേ നമ്മൾ പറയണത്, അതിനെന്ത് കറാത്ത്? അത് രാത്രിയും പകലും എപ്പോഴും ഇബാദത്തല്ലേ. രണ്ടാമത്തത് അതിഥികളോട് ഭക്ഷണം കഴിക്കാനും മറ്റൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക. ഒരതിഥി നമ്മളെ വീട്ടിൽ വന്നത് രാത്രി 10 മണിക്കാണ്, ദൂരത്തുനിന്ന് വരുന്ന ഒരു മനുഷ്യൻ. അപ്പം അയാളോട് ഭക്ഷണം കഴിക്കാൻ, റൂം കാണിച്ചു കൊടുക്കാനൊക്കെ സംസാരിക്കേണ്ടി വരും. അത് കറാത്തല്ല. അതുപോലെ നമ്മളെ വിഷയത്തിലേക്ക് വരാം. ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹമസൃണമായ വർത്തമാനങ്ങൾ പറയേണ്ടി വരും. ആ സംസാരം കറാത്തില്ല. എന്താ കറാത്തില്ലാത്തത്? ആ സംസാരം അവരുടെ ദാമ്പത്യ ജീവിതം വളരെ ബോണ്ടായി കിട്ടാൻ, അവർക്കൊന്ന് വൈബ് സെറ്റായി കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചില ഭർത്താക്കന്മാരൊന്നും ഉണ്ടൂല, ഫുൾ സമയം ഫോണിലായിരിക്കും. ഭാര്യ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോളി. നിങ്ങൾ ഒരു അരമണിക്കൂർ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയ ഭാര്യമാരോട് ചോദിച്ചു നോക്കിയ ഞാൻ എന്താ പറഞ്ഞത്, കേൾക്കുന്നുണ്ട്, ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എത്ര വിഷമാവും അവർക്ക്. ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് സംസാരിക്കാൻ, എൻ്റെ കഥ കേൾക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദീനീ ദഅവത്ത് നടത്തിയ, ഏറ്റവും കൂടുതൽ ഖൈറാത്തിന്റെ മേഖലയിൽ തിരക്കുള്ള ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? അതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരൻ എന്താണെന്നറിയോ? ദിക്റുല്ലാ എന്നാണ്. ദിക്റുല്ലാ. എന്തുകൊണ്ടാ ആ പേര് വന്നത്? എല്ലാ സമയത്തും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളായതുകൊണ്ടാണ് തങ്ങൾക്ക് അങ്ങനെ പേര് വന്നത്. ആ തങ്ങളെക്കുറിച്ച് ഭാര്യമാരുടെ കമന്റ് എന്താ? നമ്മളോട് സമയം കണ്ടെത്താറുണ്ട് സംസാരിക്കാൻ. എല്ലാ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഔറാദൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തൊന്ന് പോവും, അവരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കും, അവരോടൊക്കെ സലാം പറഞ്ഞിട്ട് വരും. ഓരോ യാത്രയിലും നിർക്കിടും ഏത് ഭാര്യയാണ് കൂടെ കൂട്ടേണ്ടത്. അത്രയും സ്നേഹം കാണിച്ച് ഓറിയന്റലിസ്റ്റുകാർ എത്ര നൂറ്റാണ്ടുകളായി അവര് ലെൻസ് ഇട്ടിട്ട് പരതാൻ തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മൈനസ് ഉണ്ടോ, നെഗറ്റീവ് ഉണ്ടോ ഊതിപ്പൊക്കാൻ അവർക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. കിട്ടിയോ? ഏതെങ്കിലും ഒരു ഭാര്യക്ക് തങ്ങളെക്കുറിച്ച് പരാതിയുണ്ടോ? ഇല്ല. അയൽവാസിക്കുണ്ടോ? ഇല്ല. തങ്ങൾ അനുഭവിച്ചവർക്കെല്ലാവർക്കും അവിടുത്തെ കുറിച്ച് സന്തോഷം മാത്രമേ പറയാനൂ.